IS ബന്ധമുള്ള അന്താരാഷ്ട്ര സംഘം പിടിയിൽ. എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ നിഷ്പക്ഷ പണിക്കരെ ഒന്ന് കാര്യം അറിയിക്കാണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. മോനെ ശ്രീജിത്തെ, പോനെ പണിക്കരെ, പണിക്കരെ നീക്കി ബാ, ഒരു അടിപൊളി കോളൊത്തിട്ടുണ്ട്. എന്താ നമുക്കറിയോ, 4 IS ഭീകരരെ പിടിച്ചിട്ടുണ്ട്. വേഗം വാ, ഒരു 2 പോസ്റ്റ്, ഒരു 4 വീഡിയോ, പിന്നെ വൈകിട്ട് നമ്മുടെ ഏതാണ് ന്യൂസ് 8 ഒരു ഡെബേറ്റും കൊടുക്കണം. വേഗം എണീറ്റ് വാ വാ വാ. പേരറിയണ്ടെങ്കിൽ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൾക്കാരുടെ പേര് അജയ്, മൻദീപ്, ദൽവീന്ദർ, രോഹൻ. പൊളിയല്ലേ? ഇല്ലല്ല, അബ്ദുള്ളയും മുഹമ്മദും അവളക്കുട്ടിയൊന്നുമില്ല ഉള്ളത്. ഈ പറഞ്ഞ അജയും മന്ദീപും ധൻവീറും റോഹന. ഈ വേമ്പാ, നമുക്ക് പരിപാടി നോക്കണം. ഇവ കിടക്കല്ലേ, നീക്കി കുട്ടപ്പ, കുട്ടപ്പ. അത് എന്തുറക്കവൻ, എന്തുമാതിരി ഉറക്ക. നീക്കി, കണ്ണ് തുറക്ക്. താല്പര്യമില്ലെങ്കിൽ പ്രശ്നം, അവന് താല്പര്യമില്ല. അത് ഈ പേര് കേട്ടോടുകൂടി നമ്മുടെ നിഷ്പക്ഷന് താല്പര്യം ഒട്ടും അങ്ങോട്ട് പോയി. ഇങ്ങനെ തന്നെയാണോ കുടുംബ ലൈഫിലും താല്പര്യമൊന്നും ഇല്ലേ? ഒക്കെ കൂട്ടണം കേട്ടോ, ഉഷാറാക്കണം നമുക്കൊന്ന്. ഏതായാലും വേണ്ട, നമുക്ക് ദാസപ്പനെ വിളിക്കാം. ദാസപ്പോ വേഗം വാ ദാസപ്പ, ഒരു വീഡിയോ ചെയ്യാണ്ട്. ഇവിടെയാണ് ദാസപ്പൻ പത്രികയിൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയട്ടോ, അത് കറക്റ്റാ. ദാസപ്പ കാര്യം പറയും. വാ ദാസപ്പൻ വാ. പിടിച്ചത് മുഴുവൻ മുസ്ലിങ്ങളെ, അത് തന്നെ ഡോക്ടർമാരെ, മുസ്ലിം ഡോക്ടർമാരെ ആളുകൾക്ക് ഭയമായി തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് സംശയിക്കേണ്ട, ഉറപ്പ് തന്നു നേരത്തെ സംശയിക്കാതിരിക്കുന്നു. പലരും ഇങ്ങനെ പറയുമല്ലോ, മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കരുത്. നിന്നു കൊടുക്കുന്നത് നിങ്ങള് ഈ ഭീകര പ്രവർത്തനത്തെ തള്ളിപ്പറയുന്നുണ്ടോ? അയ്യോ ദാസപ്പോ, ഇത് മുസ്ലിങ്ങൾ ഇല്ല, അതുണ്ട്, അത് നമ്മൾ സമ്മതിച്ച കാര്യമല്ലേ. അതൊക്കെ മുസ്ലിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ദാസപ്പോ ഇത് ഹിന്ദുക്കളാ. ദാസപ്പോ ഹിന്ദുക്കൾ നമുക്ക് ആക്ഷേപിക്കൊന്നുമില്ല. നമ്മൾ അടച്ചൊന്നും ആക്ഷേപിക്കാനില്ല. നമ്മൾ ഈ പിടിച്ച 4 എണ്ണത്തിനൊന്നും ആക്ഷേപിക്കാൻ പറ്റുമോ? ദാസപ്പന് പറ്റുമെങ്കിലും മതി. അതല്ല, മുസ്ലിങ്ങളെ മൊത്തത്തിൽ ആക്ഷേപിക്കാനാണെങ്കിൽ അത് വേറെ വഴിക്ക് നടക്കട്ടെ. ദാസപ്പന് പറ്റുമെങ്കിൽ ഈ ഒരു 4 പേരൊന്ന് ആക്ഷേപിച്ച് വിടാൻ പറ്റൂല അല്ലേ? പറ്റാൻ ചാൻസ് ഇല്ല, നടക്കൂല. ഇല്ലല്ലോ, അതും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ വേറെ ഒരുത്തുണ്ട്, ഹാർപ്പിക്ക് എടുക്കാൻ ചാൻസ് ഇല്ല. ഹാർപ്പിക്ക് ഇതുപോലെ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ താടിയും മീശയൊക്കെ വടിച്ച് അല്ലെങ്കിൽ ഇതുപോലത്തെ പരിപാടിക്കൊക്കെ ആണെങ്കിൽ ഹാർപ്പിക്ക് വരുള്ളൂ. ഹാർപ്പിക്കിന് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. കിട്ടുന്ന സംഘി ഫണ്ട് പോലും കിട്ടുന്നില്ല. ഇപ്പോൾ വീഡിയോ കാണാൻ പഴയതുപോലെ റീച്ചും ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അല്ലേ? അതുകൊണ്ട് ഹാർപ്പിക്കും ഈ കേസ് എടുക്കും എന്ന് തോന്നുന്നില്ല. ഏതായാലും നമുക്ക് കേസ് എടുക്കാം. ഇപ്പം നമ്മൾ ഈ രാജ്യത്ത് പൊട്ടിത്തെറിക്കാൻ വന്ന പാകിസ്ഥാൻ തീവ്രവാദികളാണെങ്കിലും വേണ്ടില്ല, ഇപ്പം എന്താ പറയുക, ഈ രാജ്യത്ത് പൊട്ടിത്തെറിക്കാൻ വന്ന ISR ആണെങ്കിലും വേണ്ടില്ല, താലിബാൻ ആണെങ്കിലും വേണ്ടില്ല, ഇനിയിപ്പോൾ അത് രാജ്യത്തെ മുസ്ലിങ്ങൾ തന്നെ ആണെങ്കിലും വേണ്ടില്ല, നമ്മൾ വീഡിയോ ചെയ്യും, നമ്മൾ പറയും. ആ ചെയ്തവനെതിരെ അല്ലെങ്കിൽ ആ ചെയ്തവൻ്റെ പിന്നാമ്പുറത്ത് കളിച്ചവന്മാർക്കെതിരൊക്കെ നമ്മൾ പറയും. പക്ഷേ തിരിച്ച് വേറെ അപ്പുറത്ത് ഇനിയിപ്പോൾ ഹിന്ദുവിൽ പെട്ടവനാണെങ്കിലും വേണ്ടില്ല, ക്രിസ്ത്യാനിയിൽ പെട്ടവനാണെങ്കിലും മതത്തിനെ അല്ലെങ്കിൽ ആ സമുദായത്തിനെ നമ്മൾ പറയാനില്ല. ആ പിടുത്ത മന്ദീപ്, സന്ദീപ്, കന്ദീപ്, കുർണൻ എല്ലാத்தைയും നമ്മളങ്ങ് എടുക്കും. എന്നിട്ട് നമ്മൾ പറയും. അതാണ് നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളൂ ഇപ്പോൾ. അതുകൊണ്ട് നമുക്കിതെടുത്ത് ചെയ്യാം. പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് ആയുധക്കടത്ത്, IS ബന്ധമുള്ള അന്താരാഷ്ട്ര സംഘം പിടിയിൽ. അജയ്, മന്ദീപ്, ദൽവീന്ദർ, രോഹൻ, ഈ 4 പേരെയാണ് പിടിച്ചിട്ടുള്ളത്. അപ്പം ഇവരുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്താ പറയുക, നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. അപ്പം ഇവരെ പിടിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ പറഞ്ഞുതരും, ഒരു മിനിറ്റേ. എൻ്റെ ഫുൾ ഡീറ്റെയിൽ എന്താ, ഈ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും വല്ലാണ്ട് ഇത് എടുത്തിട്ടില്ല. പിന്നെ ഗോദി മീഡിയ കണ്ടിട്ട് പോലും ഇല്ല. നമ്മുടെ നിഷ്പക്ഷൻ ഉറങ്ങുന്ന ഒരു ഉറക്കാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് വേറെ ചില ചാനലുകളിൽ പോയി എടുക്കേണ്ടി വന്നിട്ടോ. അതായത് IS ബന്ധമുള്ള ആയുധക്കടത്ത് സംഘം അറസ്റ്റിൽ. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള ISIയുമായി ബന്ധമുണ്ടെന്നാണ് ഇവർക്കെതിരെയുള്ള ആരോപണം. ഈ സംഘം പിടിച്ചത് ഡൽഹി പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ പ്രതികളുടെ പേര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രതികൾക്ക് ഉറുദു പേരുകൾ ഇല്ലാത്തത് കൊണ്ട് കാര്യമായിട്ട് ഗോദി മീഡിയ ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. 10 വിദേശ പിസ്റ്റളുകളും പിന്നെ ഒരുപാട് പിസ്റ്റൾ നിറയ്ക്കുന്ന തെരകളുമൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. നമ്മുടെ നാട്ടിലെ സംഖ്യകളെ പോലെയല്ല. നമ്മുടെ നാട്ടിലെ സംഖ്യകൾ തോക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഈ എന്തെങ്കിലും പറയുക, ശാഖയിൽ പോയിട്ടുള്ള അടികളും. ഇവിടെയൊക്കെ ഉത്തരേന്ത്യൻ സംഖ്യകൾ അങ്ങനെ ഒന്നുമല്ല. തോക്കൊക്കെ വെച്ചിട്ട് പാകിസ്ഥാന് നേരിട്ട സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണേ. ഏതായാലും കൊള്ളാം. ഏതായാലും ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ തോക്കുകൾ 5 ചൈനീസ് മെയ്ഡ് തോക്കാണ്. ചൈനീസിലേക്കല്ലേ, ചൈനയിലോട്ടല്ലേ നമ്മുടെ താടിജി പോയിരുന്നത് എന്തൊക്കെ ടേംസ് പറഞ്ഞു വെക്കാൻ. അപ്പം ചിലപ്പോൾ കൊടുത്തു വിട്ടതാണോ എന്നറിയില്ല. ഇവന്മാരുടെ കയ്യിൽ ഏതായാലും 5 തോക്കുകൾ ചൈന നിർമ്മിതമാണ്. പിന്നെയുള്ള 4 എണ്ണം തുർക്കി നിർമ്മിതമാണ്. എല്ലാവരും ഉണ്ട്, ആരും വിട്ടിട്ടില്ല. നമുക്കെതിരെ ഒരു വെട്ടി വെക്കാൻ നോക്കി നിൽക്കുന്ന ആൾക്കാരവന്മാരൊക്കെ ഇപ്പോൾ ആ അവസ്ഥയിലോട്ട് നമ്മൾ എത്തിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ഭരണാധികാരികളെല്ലാവരും കൂടെ നമ്മുടെ വിദേശ നയങ്ങളും പോളിസീസും നമ്മുടെ ഡിപ്ലോമസിയൊക്കെ മറ്റേ കുത്തിക്കുഴച്ച് ചപ്പാത്തിയുടെ മാവ് പരുവത്തിലാക്കിയിട്ട് എവിടെ വെച്ച് കഴിഞ്ഞാലും കുഴിഞ്ഞങ്ങ് പോകണം എന്നുള്ള രീതിയിൽ. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ നമ്മുടെ നാട്ടിലെ
നിഷ്പക്ഷനും ഒന്നും മിണ്ടാനില്ല, നമ്മുടെ ദാസപ്പനും മിണ്ടാനില്ല, നമ്മുടെ ഹാർപ്പിക്കിന് വാതുറക്കാൻ പോലും ഇല്ല. കഴിഞ്ഞ ദിവസം ഈ താടിയും വെച്ചിട്ട് ഇമ്മാതിരി ഊള കോമഡി ഷോ കാണിക്കാൻ എന്നെ കൊണ്ട് പറ്റും. ഇപ്പം പണ്ടത്തെ പോലെ വീഡിയോ ഇട്ട ആൾക്കാർ കാണുന്നുമില്ല. എടുത്തു വീഡിയോ, എടുത്തു നോക്കണ്ട കേട്ടോ, നിങ്ങൾ എടുത്തു നോക്കണ്ട. വളരെ അബദ്ധമാണ്, പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഒക്കെ ബേക്കോട്ടാ. ആൾക്കാർ കുറേ മനസ്സിലായി. നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു, ഇവൻ പറഞ്ഞ പച്ചക്കളവ് ഗസയിലെ പട്ടിണിനെ കുറിച്ച് പറഞ്ഞത് അല്ലേ, അതിനെ പൊളിച്ചടക്കി കൊടുത്തൊരു ടീമിനെ പറ്റും. ആ ടീമിൻ്റെ ഒരു വീഡിയോ നമ്മളും ചെയ്തിരുന്നു. അതോടുകൂടി ഇങ്ങനത്തെ കുറേ ആൾക്കാർ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇവനൊക്കെ നല്ല ഊളയിന് സംഘി ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെറ്റത്തരം വിളിച്ച് പറയുന്നുള്ള സംഭവം മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പം ഇതാണ് കാര്യം. അപ്പം പിടിച്ചവർ ഇവരൊക്കെയാണ്. ഏതായാലും ഇവന്മാരുടെ വീടൊക്കെ എങ്ങനെ അടിച്ച് പൊളിക്കുമോ ഡൽഹി പോലീസോ, അല്ലെങ്കിൽ നമ്മൾ ബുൾഡോസർ ബാബനെ വിട്ടിട്ട് നമ്മൾ ഇവരുടെ വീടും ഇവരുടെ കുടുംബക്കാരെ വീടൊക്കെ അങ്ങ് അടിച്ച് പൊളിച്ചാൽ അങ്ങനെ ഉണ്ടാവും? പൊളിക്കൂലേ? പൊളിക്കണമെന്ന് പൊളിക്കണ്ടേ? ഈ മുസ്ലിങ്ങളെ പേര് വരും മാത്രം പൊളിച്ചാൽ മതി, എല്ലാം പൊളിക്കണം. ഭീകരവാദികൾ ഇപ്പം അത് സംഘി ഭീകരവാദിയാണെങ്കിൽ വേണ്ടില്ല, മുസ്ലിം ഭീകരവാദിയാണെങ്കിൽ വേണ്ടില്ല, ക്രിസ്ത്യൻ ഭീകരവാദി വേണ്ടില്ല, രാജ്യത്തിനെതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പന്മാരുടെ വീട് പൊളിക്കി, എല്ലാവരുടെയും കുടുംബക്കാരെ വീടടക്കം പൊളിക്കണം ഞാൻ പറയണം കേട്ടോ. അല്ലാതെ മുസ്ലിങ്ങളെ പേര് വരും മാത്രം കുടുംബക്കാരും ബാക്കിയുള്ളവരും വീട് പൊളിക്കലും, ഇവരുടെ പേര് വരുമ്പോൾ ന്യൂസ് പോലും ഇല്ലാണ്ട് രണ്ടാമത്തെ ദിവസം ജാമ്യം കിട്ടിയപ്പോൾ ആ ഒരു പരിപാടി അത് വളരെ വളരെ അബദ്ധമാണ്. നമ്മളെ ഈ നമ്മുടെ രാജ്യം ചെറ്റരാജ്യമാണ് പറയിപ്പിക്കേണ്ട അവസ്ഥയിലോട്ട് നമ്മുടെ രാജ്യത്തിന് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് വേറെ 2 സംഭവങ്ങൾ കാണിച്ചു കേട്ടോ. അതായത് നമസ്കാരം നിസ്കരിച്ചത് തടഞ്ഞ ഒരു വീഡിയോ ആണ് സംഭവം. ഹിമാചൽ പ്രദേശിലെ സഞ്ചോളിയിലെ ഒരു പള്ളിയിൽ ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധമാണ് കണ്ടത്. ഭരണകൂടം ജുമാ നമസ്കാരം തടഞ്ഞ സംഭവത്തെക്കുറിച്ച് വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുള്ളത്. അതായത് സംസ്ഥാനത്ത് കോൺഗ്രസ് സർക്കാർ അധികാരത്തിലുള്ളതെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി പള്ളിയിലെ വൈദ്യുതിയും വെള്ളവും വിച്ഛേദിച്ച് ഹിന്ദു നേതാക്കൾക്കെതിരെ FIRകൾ പിൻവലിക്കാനും വാഗ്ദാനം ചെയ്തുവെന്നും അവതാരം അതായത് ഹിമാചൽ പ്രദേശിൽ അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും പള്ളിയിലുള്ള നമസ്കാരം തടഞ്ഞ കുറേ ഹിന്ദു എന്ന് നമ്മൾ പറയുന്നില്ല, കുറേ സംഘ പരിവാൺ ആണെങ്കിൽ അവിടെ പോയിട്ട് അവിടേക്കുള്ള വൈദ്യുതി തടഞ്ഞു, വെള്ളം കട്ട് ചെയ്തു. അവർക്കെതിരെ അവിടുത്തെ സർക്കാർ കേസെടുത്ത് ആ കേസെടുത്ത അവർക്കെതിരെ സർക്കാരിനെതിരെ FIR പിൻവലിക്കണമെന്നും പറഞ്ഞ് വീണ്ടും ഈ പറഞ്ഞ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ രാജ്യം. ഇപ്പുറത്ത് നിങ്ങൾ നാളെ ചെല്ലോ ഈ പറഞ്ഞ ഈ മന്ദീപും സന്ദീപും കുന്ദീപും ഒക്കെ പോകുന്ന അമ്പലത്തിലെ ദീപാരാധന നിങ്ങളങ്ങനെ സ്റ്റോപ്പ് ചെയ്യോ? അങ്ങോട്ടുള്ള ദീപം ഊതിക്കെടുത്തുവോ? അതല്ലെങ്കിൽ കുളത്തിൽ നിങ്ങൾ വിഷം കലക്കുവോ? ഒന്നും ചെയ്യുമല്ലോ അല്ലേ? അത് ചെയ്യാൻ പാടില്ല. തിരിച്ച് നമ്മൾ ന്യൂനപക്ഷത്തിൻ്റെ തലയിൽക്കല്ലേ കയറുന്നത്, അപ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ വേറെ സംഭവമുണ്ട്. താനെയിലെ നിർബന്ധിത ക്ഷമാപണമാണ് പറഞ്ഞത്. അതായത് താനെയിലെ അംബർനാഥിലുള്ള ഐഡിയൽ കോളേജിൽ അതാരും നമസ്കരിച്ചത് മുസ്ലിം വിദ്യാർത്ഥികളെ അവിടെ നമസ്കരിച്ച കുറച്ച് മുസ്ലിം കുട്ടികളെ പിടിച്ച് ഛത്രപതി ശിവാജിയുടെ അണ്ടറിൽ പോയിട്ടിട്ട് മാപ്പ് പറയണം. ഏതാടവനൊക്കെ ഛത്രപതി ശിവാജി അതിൻ്റെയൊക്കെ തന്ത വല്ലവാടോ അവൻ്റെ മുമ്പിൽ പോയി മാപ്പ് പറയിപ്പിക്കുക. ഇതാണ് അവസ്ഥ. പാവം പിള്ളേരെ പിടിച്ചെടുത്തിട്ട് അവിടെ പോയിട്ട് മാപ്പ് പറയിപ്പിക്കാൻ നടക്കുന്നു. ഇതാണ് നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതിനിടയ്ക്ക് ഇന്നലെ വേറെ ന്യൂസ് നിങ്ങൾ കണ്ടിരുന്നോ? അതായത് ചാർജർ വയറ് കൊണ്ട് മർദ്ദനം, ദേഹം മുഴുവൻ പാടുകൾ, പങ്കാളിയെ ക്രൂരമായി പീഡിപ്പിച്ച യുവമോർച്ച നേതാവ് കസ്റ്റഡിയിൽ. കുട്ടപ്പൻ കസ്റ്റഡിയിലായത് മാത്രമല്ല, കുട്ടപ്പനെ BJP പുറത്താക്കിയത്. ഇത് വല്ല മുസ്ലിമായിട്ടായിരുന്നെങ്കിൽ തീർന്നില്ലേനു. 6-ാം നൂറ്റാണ്ടിലെ മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചതാണ് പങ്കാളിനെ വയറ് വെച്ചടിക്കാനെന്നും പറഞ്ഞിട്ട് ഇപ്പം ചാടി വീടില്ലേരും നമ്മുടെ ആർപ്പിക്ക് കുട്ടൻ്റെ ഒരു ചാൻസ് അല്ലേ കളഞ്ഞത്? കുട്ടൻ വാ ചാടി അതൊക്കെ പിടിക്കി. മാത്രമല്ല വേറൊരു സ്ഥലത്ത് ഇന്നലെ BJP നേതാക്കൾ ഇതിന് പോയതാ, വോട്ട് പിടിക്കാൻ പോയെടുത്തുന്ന ഒരു വീട്ടമ്മനെ കയറി പിടിച്ച് ഒരു ചങ്കിക്ക് ഈ ശാഖയിൽ കിട്ടുന്ന ഗുണ്ടപ്പണികളൊന്നും പോരാ, ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ട് ഏതൊരു വീട്ടമ്മനെ കയറി പിടിച്ച് വീട്ടമ്മ ഇറങ്ങി വീട്ടിൽ നിന്ന് ഓടിയതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ആ പാവത്തിനെ പിച്ച് ചീന്തിയനെ ഈ പറഞ്ഞ ചങ്കി. ഇതാണ് നമ്മുടെ നാട്ടിലെ ചങ്കിയും നമ്മുടെ നാട്ടിലെ മറ്റ് വിഭാഗക്കാരും തമ്മിലുള്ള വ്യത്യാസം. ഇതൊന്നും കാണാതെ ഇതൊന്നും കേൾക്കാണ്ട് ഉറക്കത്തിലാണ് മക്കളെ, ഉറക്കത്തിലാണ് നമ്മുടെ നിഷ്പക്ഷനും നമ്മുടെ മോഹൻദാസും നമ്മുടെ ഹാർപ്പിക് അടക്കമുള്ള സകലമാന മലം ചാനലുകളും മലനാടൻ ചാനലുകളും. ഇതൊന്നും നമ്മൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. അല്ലെങ്കിൽ മലനാടൻ പൊള്ളിച്ചേനെ 10 വീഡിയോ മിനിമട്ട് ഒരു 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കാനുള്ള. ഇനി എവിടെ ഒരു മുസ്ലിം പേരായിരുന്നെങ്കിൽ, ഇതിപ്പോൾ ഹിന്ദുക്കളെ പേരായതുകൊണ്ട് മലനാടനൊന്നും പൊങ്ങണില്ല. നാവ് ഇട്ടോ വേറെ തെറ്റിരിക്കണം, നാവ് പൊന്തുന്നില്ല. പോട്ടെ, സാറില്ല.